മറ്റുള്ള ആളുകളുടെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിനെ വലിയ രീതിയിൽ ബാധിക്കുമ്പോൾ, ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ, ശൈവ പാരമ്പര്യത്തിൽ ശരഭേശ്വര മൂർത്തിയുടെ ശത്രു സംഹാര മന്ത്രമുണ്ട്. താന്ത്രികത്തിലും മാന്ത്രികത്തിലൊക്കെ സംഹാര മൂർത്തി ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ഈ ഒരു മൂർത്തിയുടെ മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. മറ്റുള്ള ആളുകളെ ദ്രോഹിക്കാനായിട്ടല്ല, നമുക്കൊരു സംരക്ഷണത്തിനായിട്ടും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാനായിട്ടും ഈ ഒരു മന്ത്രം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു മന്ത്രം ഉപയോഗിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഇത് അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയുന്ന ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം 2-3 വർഷമൊക്കെ തുടരെ ജപിച്ച ആളുകളുണ്ടെങ്കിൽ അവരുടെ മുൻകാലത്ത് അവരെ ഉപദ്രവിച്ച ശത്രുക്കൾക്ക് വരെ തിരിച്ചടികൾ കൊടുക്കുകയും അത് അവർ കണ്ടിട്ടും ഉണ്ടാവും. അപ്പം അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നൽകുന്ന ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആരെയും ദ്രോഹിക്കാനായിട്ട് നമുക്ക് ഈ ഒരു മന്ത്രം ഉപയോഗിക്കാനും പാടില്ല. കാരണം നമുക്കും തിരിച്ചടികൾ ലഭിക്കും. അത്തരത്തിൽ മന്ത്രം കൊണ്ടുണ്ടാകുന്ന തിരിച്ചടികൾക്ക് നമുക്കൊരു പരിഹാരം ചിലപ്പോൾ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത്രയും ഉഗ്ര ശക്തിയുള്ള ഒരു ദേവതാ സങ്കല്പമാണിത്. പക്ഷിയുടെയും മനുഷ്യൻ്റെയും ഒക്കെ ഒരു ശരീരം ചേർന്നിട്ടുള്ള ഒരു ഉഗ്രമായിട്ടുള്ള രൂപമാണ്. 2 മുഖങ്ങളും 4 കൈകളും 8 കാലുകളും 2 ചിറകുകളും കുറച്ചേറിയ നഖങ്ങളും ദംഷ്ട്രകളും അതുപോലെ നീണ്ട വാല്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉഗ്ര രൂപത്തിലാണ് ശരഭേശ്വരൻ്റെ രൂപം. അതായത് ഹൃദയം കാലഭൈരവനും ചിറകുകളിൽ പൃഥ്വിംഗരാദേവിയും ശൂലിനി ദേവിയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം അത്രയും ഉഗ്ര ദേവതകളുടെ സാന്നിധ്യത്തോട് കൂടിയിട്ടുള്ള ഒരു മൂർത്തി സങ്കല്പമാണ്. അപ്പോൾ ആ മന്ത്രം ഞാനൊന്ന് ചൊല്ലാം. അതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് തടസ്സം, എന്തൊക്കെയാണ് പരിഹാരങ്ങൾ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ നമുക്ക് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ പറയുന്നതായിരിക്കും. നമുക്ക് ആ മന്ത്രം നോക്കാം. ഓം ഘേം ഘാം ഫട്ട് പ്രാണഗ്രഹാസി പ്രാണഗ്രഹാസി ഹും ഫട്ട് സർവശത്രു സംഹാരണായ ശരഭസാളുവായ പക്ഷിരാജായ ഹും ഫട്ട് സ്വാഹ. അപ്പോൾ ഈ ഒരു മന്ത്രത്തെ പറ്റിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിവരിച്ച് നൽകിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കാൻ റീപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ രാവിലെയാണ്, പുലർച്ചെയാണ് ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തേണ്ടത്. കിഴക്കോ അല്ലെങ്കിൽ വടക്കോ ദർശനം നോക്കിയിരുന്ന് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. നിലവിളക്ക് തെളിയിച്ച് അതിന് മുമ്പിലിരുന്ന് ജപിക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ലതാണ്. അപ്പോൾ ഈ ഒരു മന്ത്രം ജപിച്ച ശേഷം നമ്മൾ ശത്രുക്കളുടെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അത്തരത്തിൽ വേണ്ട, നമുക്ക് എതിരെ വരുന്ന ശത്രുക്കളെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു അപേക്ഷ ഭഗവാന്റെ മുമ്പിൽ വെച്ചാൽ മതിയാവും. നമ്മൾ നിരന്തരം ഈ ഒരു മന്ത്രം ജപിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ ദ്രോഹിച്ച ആളുകൾക്കൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ അതിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ തിരിച്ചടികൾ കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പേരെടുത്ത് ഓരോ വ്യക്തികളുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ല. ഇത്തരത്തിലൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നമുക്ക് തിരിച്ചടികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതൊരു അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് വെക്കുക. നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഏവർക്കും ഇന്നത്തെ വീഡിയോ പറ്റിയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.